എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സങ്കീർണമായ വിഷയങ്ങൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളൊരു പുതിയ വിശകലനത്തിലേക്ക് സ്വാഗതം. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ സെക്യൂരിറ്റി ക്യാമറകൾ കാണാറുണ്ട്, അല്ലേ? പക്ഷെ ശരിക്കും എന്താണിതിനു പിന്നിൽ? ആ കാണുന്ന ഒരു ലെൻസിന് പിന്നിൽ വളരെ സങ്കീർണമായ ഒരു സിസ്റ്റം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. CCTV എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ഇത് വെറുതെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിലും അപ്പുറമാണ്. അപ്പോ CCTV എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ തന്നെയുണ്ട്, അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അതായത് നമ്മൾ സാധാരണ TV കാണുന്നത് പോലെ എല്ലാവർക്കും കിട്ടുന്നൊരു സിഗ്നൽ അല്ല ഇത്. പകരം ഒരു ക്യാമറയെ നേരിട്ട് ഒരു മോണിറ്ററിലേക്ക് മാത്രം ബന്ധിപ്പിച്ചിരിക്കുകയാണ്, ഒരു അടഞ്ഞ വലയം പോലെ. അപ്പം ശരിക്കും എന്താണിതിന്റെ ഗുണം? ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ഒരിടത്തിരുന്നുകൊണ്ട് ഒരു വലിയ ഏരിയ മുഴുവൻ നിരീക്ഷിക്കാൻ പറ്റും. സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചിത് ചെയ്യാൻ പറ്റുന്നതിലും എത്രയോ ഇരട്ടി കാര്യക്ഷമമാണ് ഈയൊരു സംവിധാനം. ശരി, അപ്പോ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇങ്ങനെയൊരു സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? വെറുതെ പോയി കുറേ ക്യാമറകൾ വാങ്ങിവെച്ചാൽ ഒരു നല്ല സിസ്റ്റം ആവുമോ? ഇല്ല. അതിന് കൃത്യമായ വിശദമായൊരു പ്ലാൻ തന്നെ വേണം. ഒരു നല്ല CCTV സിസ്റ്റം ഉണ്ടാക്കുന്നതിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, നമുക്കെന്തിനെയാണ് സംരക്ഷിക്കേണ്ടത്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത എന്ന് തീരുമാനിക്കണം. 2, ആ സ്ഥലം മുഴുവൻ നേരിട്ട് പോയി കണ്ടു പഠിക്കണം. എവിടെ ലൈറ്റുണ്ട്, എവിടെ പവർ കിട്ടും, എവിടെയൊക്കെ ക്യാമറ വയ്ക്കാമെന്നൊക്കെ നോക്കണം. 3ാമതായി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ബ്ലൂ പ്രിന്റ്, അതായത് ഒരു ലേഔട്ട് തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ പ്ലാൻ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നിലത്ത് നമ്മുടെ കണ്ണുകളായി പ്രവർത്തിക്കാൻ പോകുന്ന ഉപകരണങ്ങൾ, അതായത് ശരിയായ ക്യാമറകളും ലെൻസുകളും തിരഞ്ഞെടുക്കണം. ഇവിടെ നമുക്ക് പ്രധാനമായും 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, ഫിക്സഡ് ക്യാമറകൾ. അതിന്റെ പേരുപോലെ തന്നെ അത് ഒരിടത്ത് അനങ്ങാതെയിരുന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രം നോക്കും, ഉദാഹരണത്തിന് ഒരു ഗേറ്റ്. രണ്ടാമത്തേത് PTC ക്യാമറകൾ. ഇത് ഒരു ഓപ്പറേറ്റർക്ക് റിമോട്ട് ഉപയോഗിച്ച് ഇടത്തോട്ടും വലത്തോട്ടും മുകളിലേക്കും താഴേക്കും തിരിക്കാം, സൂം ചെയ്യാം. എന്തെങ്കിലും പ്രത്യേകമായി കാണണമെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. രാത്രിയിലോ അല്ലെങ്കിൽ കനത്ത മൂടൽമഞ്ഞുള്ളപ്പോഴോ എന്തു ചെയ്യും? സാധാരണ ക്യാമറകൾക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ഈ സ്പെഷ്യൽ ക്യാമറകൾ വരുന്നത്. ഈ കാണുന്നത് ഒരു സാധാരണ ക്യാമറയല്ല, ഇതൊരു തെർമൽ ക്യാമറയാണ്. ഇത് വെളിച്ചത്തെയല്ല, ജീവനുള്ളവയുടെ ശരീരത്തിൽ നിന്നുള്ള ചൂടിനെയാണ് തിരിച്ചറിയുന്നത്. ഇതിൻ്റെ ഒരു കഴിവെന്താന്ന് വെച്ചാൽ, പുക, മൂടൽമഞ്ഞ് അങ്ങനെയുള്ള തടസ്സങ്ങൾക്കിടയിലൂടെ പോലും ഇതിന് ആളുകളെ കണ്ടെത്താൻ പറ്റും. അതായത് സാധാരണ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തതിനെ ഇത് നമുക്ക് കാണിച്ചു തരും, ഒരു സൂപ്പർ പവർ പോലെ. അപ്പോൾ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല, അതൊരു തുടക്കം മാത്രമാണ്. ഇനി ഈ കിട്ടുന്ന വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്യണം, സൂക്ഷിച്ചു വയ്ക്കണം. അതാണ് അടുത്ത വലിയ വെല്ലുവിളി. എല്ലാ ക്യാമറകളിൽ നിന്നുമുള്ള വീഡിയോ സിഗ്നലുകൾ ഒരു സ്ഥലത്തേക്ക് വരണം, അല്ലേ? അതാണ് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ അഥവാ DVR. ഈ സിസ്റ്റത്തിന്റെ തലച്ചോറും മെമ്മറിയുമൊക്കെ ഈ DVR ആണെന്ന് പറയാം. പക്ഷേ ഒരു നിമിഷം, ഇങ്ങനെ തുടർച്ചയായി വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രമാത്രം ഡാറ്റയുണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ. ഒരൊറ്റ ക്യാമറയിൽ നിന്ന് വെറും 2 മണിക്കൂർ നേരം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ കംപ്രസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഏകദേശം 216 GB വരും. അത് ഭയങ്കരമായൊരളവാണ്. അപ്പോൾ ഇത്രയും വലിയ ഫയലുകൾ എങ്ങനെ സൂക്ഷിക്കും? അവിടെയാണ് കംപ്രഷൻ എന്ന ടെക്നോളജി വരുന്നത്. H.264 പോലുള്ള പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഈ വീഡിയോ ഫയലുകളുടെ വലിപ്പം ഒരുപാട് കുറയ്ക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ദൃശ്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ ദിവസത്തെ വീഡിയോ നമുക്ക് സംഭരിക്കാനും എളുപ്പത്തിൽ അയക്കാനും പറ്റുന്നു. ശരി, അപ്പം നമ്മൾ ക്യാമറയെക്കുറിച്ചും റെക്കോർഡിങ്ങിനെക്കുറിച്ചും സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് ഒരു സമ്പൂർണ്ണ സിസ്റ്റമായി പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. പണ്ടുകാലത്ത് ഓരോ ക്യാമറയിൽ നിന്നും റെക്കോർഡറിലേക്ക് ഇതുപോലെ വലിയ കട്ടിയുള്ള കോആക്സിയൽ കേബിളുകൾ വലിക്കണമായിരുന്നു. ഓരോ ക്യാമറയ്ക്കും ഓരോ വയർ, അങ്ങനൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് കഥയാകെ മാറി. ഇന്നത്തെ സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെയൊക്കെ ഓഫീസിലെയും വീട്ടിലെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പോലെയാണ്. എല്ലാം ഇന്റർനെറ്റ് വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്തെന്നാൽ ലോകത്ത് എവിടെയിരുന്നും നമുക്ക് ഈ ക്യാമറകൾ കാണാനും നിയന്ത്രിക്കാനും പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ആധുനിക CCTV സംവിധാനം എന്ന് പറഞ്ഞാൽ അത് കുറേ ക്യാമറകളുടെ ഒരു കൂട്ടം മാത്രമല്ല. ക്യാമറയുടെ ലെൻസ് മുതൽ റെക്കോർഡ് ചെയ്യുന്ന ഹാർഡ് ഡ്രൈവ് വരെ ഓരോന്നും ഒരു ശൃംഖലയിലെ കണ്ണികൾ പോലെയാണ്. എല്ലാം ഒരുമിച്ച് കൃത്യമായി പ്രവർത്തിക്കണം. അപ്പോൾ
ഇത് നമ്മളെ ഒരു അവസാന ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ക്യാമറകൾക്ക് ഇപ്പോൾ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും കഴിയുന്നു. നെറ്റ്വർക്കുകൾ അതിവേഗത്തിൽ വളരുന്നു. അങ്ങനെയെങ്കിൽ സുരക്ഷയുടെയും ഈ നിരന്തര നിരീക്ഷണത്തിന്റെയും ഭാവി എന്തായിരിക്കും? ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലേ?